നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. എന്നാൽ വിഭജികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം യുഎയിൽ തന്നെ സംസ്കരിക്കും. യുഎയിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ സംസ്കാരം പൂർത്തിയാക്കും. വിഭജികയുടെ മൃതദേഹം വൈകിട്ടോടുകൂടി കേരളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കുടുംബം നടത്തുന്നത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് വിഭജികയുടെ അമ്മ നേരത്തെ പ്രതികരിച്ചിരുന്നത്. ഇതിന് വിഭജികയുടെ ഭർത്താവ് തടസ്സം നിന്നു. ഒടുവിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നടന്ന ചർച്ചയിലാണ് ഈ തീരുമാനം എടുത്തത്. മാത്രമല്ല, വിഭജികയുടെയും കുഞ്ഞിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് സൂചന. അതേസമയം വിഭജികയും കുഞ്ഞും ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കൊലപാതകമാണ് എന്ന് സംശയമുണ്ടെന്നും UAE അധികൃതരിൽ നിന്ന് വിവരമൊന്നുമില്ല എന്നും ആരോപിച്ചാണ് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് നാഗേഷ് വിഭജികയുടെ ഭർത്താവിനെയും ഇന്ത്യൻ എംബസിയെയും കൂടി കേസിൽ കക്ഷി ചേർക്കാൻ നിർദ്ദേശിച്ചു. ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ മാത്രമല്ലേ എന്നും കോടതി ചോദിച്ചു. മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച കോടതി മൃതദേഹത്തിന് നിയമപരമായ അവകാശം ഭർത്താവിനല്ലേ എന്നും ആരാഞ്ഞു. അതിനാൽ ഭർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്നും നിർദ്ദേശിച്ചു. ഭർത്താവ് കുറ്റകൃത്യം ചെയ്തെങ്കിലും കുഞ്ഞിന്റെ മൃതദേഹത്തിൽ അവകാശമില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നും കോടതി ചോദിച്ചു. ഇതുകൂടി കണക്കിലെടുത്താണ് കുഞ്ഞിന്റെ കാര്യത്തിൽ നിർബന്ധം പിടിക്കാത്തത് എന്നാണ് സൂചന. മതപരമായ ചടങ്ങുകൾ നടത്താനും വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണവുമായി ബന്ധപ്പെട്ട കേസ് നടപടികൾക്ക് ഇത് ആവശ്യമാണ് എന്നുമായിരുന്നു കുടുംബത്തിന്റെ മറുപടി. ഭർത്താവും കുടുംബവും യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നുവെന്നും അത് പുറത്തു വരാതിരിക്കാനുള്ള മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് അവരുടെ നീക്കമെന്നും ഹർജിയിൽ പറഞ്ഞു. ഇതിന് ആത്മഹത്യക്കുറിപ്പ് അടക്കം നിരവധി തെളിവുകളും ഉണ്ട്. വിഭജികയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതും സംശയത്തിലാണ്. കുണ്ടറ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നാലും ഭർത്താവ് നിതീഷ് വരാനുള്ള സാധ്യതയും കുറവാണ്. അതേസമയം നിതീഷ് വിഭജികയുടെ ബന്ധുക്കൾക്ക് ഇന്നാണ് അവിടെ മൃതശരീരം അടക്കം ചെയ്യുന്നത് എന്നും വേണമെങ്കിൽ വരാം, ആ ചടങ്ങിൽ പങ്കെടുക്കാമെന്നും പറഞ്ഞ് മെസ്സേജും അയച്ചിരുന്നു. എന്തായാലും നിതീഷും അച്ഛനും സഹോദരിയുമാണ് കുണ്ടറയിലെ കേസിൽ പ്രതികൾ. കൊല്ലം കൊറ്റംകര കേരളാപുരം സ്വദേശിനി രഞ്ജിത ഭവനിൽ വിഭജിക മണിയൻ ആണ് മരിച്ചത്. മകൾ വൈഭവി, നിതീഷ് എന്നിവരെയാണ് അൽ നഹ്ദിയയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത്. കുഞ്ഞിനെ കൊലപ്പെടുത്തി വിഭജിക ജീവനൊടുക്കിയെന്നാണ് നിഗമനം. ജൂലൈ 8 രാത്രിയായിരുന്നു സംഭവം. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നടത്താനിരുന്ന വൈഭവിയുടെ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. സംസ്കാരം സംബന്ധിച്ച് വിഭജികയുടെ ഭർത്താവ് നിതീഷുമായി ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് സംസ്കാരം മാറ്റിവെക്കാൻ തീരുമാനമെടുത്തത്. മുൻ വിദേശകാര്യ മന്ത്രി സഹമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരന്റെ ഇടപെടലാണ് കോൺസുലേറ്റ് ഇടപെട്ടത് എന്ന് വിഭജികയുടെ ബന്ധുക്കൾ വ്യക്തമാക്കി. നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് വൈഭവിയുടെ സംസ്കാരം ഷാർജയിൽ നടത്താനുള്ള നിതീഷിന്റെ നീക്കം തടയാനായത്. കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച ഷാർജയിൽ നടത്തുകയാണ് എന്ന് വിഭജികയുടെ കുടുംബങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാമെന്നും കാണിച്ച് നിതീഷ് വിഭജികയുടെ ബന്ധുവിന് സന്ദേശം അയച്ചിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുകയാണ് എന്നും സന്ദേശത്തിൽ വ്യക്തമാക്കി. ഇതോടെ വിഭജികയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ മുൻ വിദേശകാര്യ സഹമന്ത്രി കൂടിയായ വി മുരളീധരനോട് സഹായം തേടി. അദ്ദേഹം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലുമായി അപ്പോൾ തന്നെ ബന്ധപ്പെട്ടു. ഭർത്താവും അച്ഛനും എന്ന നിലയിൽ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ നിതീഷിനാണ് നിയമപരമായ അവകാശം എന്നത് കോൺസുലേറ്റിൽ മുരളീധരനെ അറിയിച്ചു. എന്നാൽ വിഭജിക വിവാഹമോചന നീക്കങ്ങൾ അടക്കം നടത്തിയിരുന്നുവെന്ന് മുരളീധരൻ കോൺസുലേറ്റിൽ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി. ഇക്കാര്യം ദുബായ് പോലീസ് അധികൃതരെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇതേ തുടർന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിൽ തന്നെ ദ്രുതഗതിയിലേക്കുള്ള നീക്കങ്ങൾ ഉണ്ടായത്. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ കാര്യത്തിൽ പോലീസിനെ ബോധ്യപ്പെടുത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ മൃതദേഹവുമായി ആംബുലൻസ് പുറപ്പെട്ടിരുന്നു. പിന്നാലെ പോയ പോലീസ് വാഹനം ആംബുലൻസ് തടഞ്ഞ് മൃതദേഹം മോർച്ചറിയിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. നാട്ടിലെത്തി സംസ്കാരം നടത്തണമെന്ന വിഭജികയുടെ കുടുംബാംഗങ്ങളുടെയും ആവശ്യം ന്യായമാണെന്നും അവർക്കൊപ്പം നിൽക്കുമെന്നും വി മുരളീധരൻ പ്രതികരിച്ചിരുന്നു. മൃതദേഹങ്ങൾ തിരികെ കേരളത്തിൽ എത്തിക്കാനായി വിഭജികയുടെ അമ്മയുടെയും ബന്ധുക്കളും ചൊവ്വാഴ്ച രാവിലെ ഷാർജയിൽ എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടന്നത്. ഈ ചർച്ചയിലാണ് വൈഭവിയുടെ മൃതദേഹം ദുബായിൽ തന്നെ സംസ്കരിക്കാനും വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനും തീരുമാനമായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിഷയത്തിൽ ഇടപെട്ടു. സുരേഷ് ഗോപിയും കോൺസുലേറ്റിൽ സംസാരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിഭജികയുടെ മൃതദേഹമെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്.